ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ഒരുമിച്ച് ഒരുങ്ങി ഒരു സ്ഥലത്തേക്ക് ഇന്ന് യാത്ര പോയാലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യമായിട്ടൊക്കെ ഒരുങ്ങുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു, മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്തു. എന്നിട്ടിപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് നിൽക്കുകയാണ് ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പതിയെ ഒരുങ്ങി പോകും. ഇതിൻ്റെ കഥകളൊക്കെ ഞാൻ പറയാം കേട്ടോ, എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാ പോകുന്നതെന്നൊക്കെ. ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സിറ്റിസൺഷിപ്പ് സെറമണിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ആക്ച്വലി ഏപ്രിൽ 5-നാണ് എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ വിചാരിച്ചു കുറേയും കൂടെ കഴിഞ്ഞിട്ട് ആയിരിക്കും വരുന്നത്. മിനിമം 3 to 6 months, 3 months മിനിമം എടുക്കും. 6 months അവർ പറയുന്നത്. അപ്പം ഒരു ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യമൊക്കെ ഇത് വരുമെന്ന് വിചാരിച്ചിട്ടായിരുന്നിരുന്നത്. അപ്പം എന്താ ഒരു ജൂൺ 2 ആയപ്പോഴേക്കും സാധാരണ നമുക്ക് ഹോം ഓഫീസിൻ്റെ ലെറ്ററാണ് ആദ്യം കിട്ടുന്നത്. എനിക്ക് വാർക്ക്ഷയർ കൗണ്ടി കൗൺസിലിൽ നിന്ന് അവരുടെ സിറ്റിസൺഷിപ്പ് സെറമണി ഡേ കോർഡിനേറ്റർ അവർ സിറ്റിസൺഷിപ്പ് സെറമണി ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഇന്നത്തേക്ക് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം എനിക്കൊരു ഇമെയിൽ വരുന്നത്. അവർക്ക് ഹോം ഓഫീസിൽ നിന്ന് ലെറ്റർ വന്നു, അതുകൊണ്ട് അവർ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു ഇമെയിലാണ് ആദ്യം വരുന്നത്. പിറ്റേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിറ്റേ ദിവസമാണ് എനിക്ക് ഹോം ഓഫീസിൽ നിന്ന് എനിക്ക് ലെറ്ററല്ല ഇമെയിൽ വരുന്നത്. ഹോം ഓഫീസ് സെറ്റിലേഴ്സ് എന്നൊരു ഇമെയിൽ വന്നു, സിറ്റിസൺഷിപ്പ് അപ്രൂവ് ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ സെറമണി ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന്, കാരണം ഒരു 7-10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് നെക്സ്റ്റ് സെറമണി. അപ്പോൾ അതിലാണ് അവർ പിന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയില്ല വരാൻ പറ്റുമോ എന്ന്. ഇനി ആരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ബുക്ക് ചെയ്യാം, കുറച്ചുകൂടെ കഴിയുമ്പോൾ പാടായിരിക്കും കിട്ടാനായിട്ട്. അവരുടെ ബാക്കിയുള്ളതൊക്കെ ഒരുമാതിരി എല്ലാം ബുക്കായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറ്റുന്നില്ലേ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് പ്രൈവറ്റായിട്ടോ അല്ലാതെ അങ്ങനെ വെക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. എനിവേ അങ്ങനെ ഫൈനലി ഇന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞ് പോകുമ്പോൾ ഒരുമിച്ച് അങ്ങ് എല്ലാവർക്കും കൂടെ പോകാമെന്നൊക്കെയാണ്. പക്ഷേ അതിനു മുമ്പേ ഒരു ലെസ് ദാൻ 2 monthsനുള്ളിൽ തന്നെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി വന്നു. അത് എനിക്കറിയില്ല, പെട്ടെന്ന് വന്നു. ഡൈസ് പറയുന്ന ഡൈസിൻ്റെ പേര് അവിടെയൊക്കെ ഉള്ളതുകൊണ്ടാണ്, ഡൈസ് ഹോം ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡൈസിൻ്റെ പേര് അവിടെയൊക്കെ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് വന്നതെന്നൊക്കെ പറഞ്ഞു. എനിവേ ഞാൻ 10 വർഷമായി ഇവിടെ. അപ്പം 5 years ആയി എനിക്ക് ILR ആയിട്ട്. അപ്പം ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും, തുടങ്ങും, ഒരിക്കലും സബ്മിറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പം റീസെൻ്റ്ലി നമുക്ക് ഷെങ്കനൊക്കെ എപ്പോഴും ബാക്ക് ടു ബാക്ക് ഒരു 2 years to 3 years ഷെങ്കൻ വിസയൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞിട്ടൊരു 2021 അവസാനമൊക്കെ ആയപ്പോഴാണ് ഷെങ്കൻ തീരുന്നത്. അതിനുശേഷം എനിക്കൊരു ഷെങ്കൻ വിസയ്ക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ട്രാവലിൻ്റെയൊക്കെ, എന്നാലും ഞാനത് വലിയ കാര്യമായിട്ടൊന്നും കണക്കാക്കില്ല. നമ്മൾ അങ്ങനെ അങ്ങ് പ്ലാൻ ചെയ്ത് പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ലാസ്റ്റ് 1.5-2 years എനിക്ക് ജോലിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്രാവൽസ് യൂറോപ്പിലേക്ക് വന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും വരുമ്പം എനിക്ക് പോകാൻ പറ്റാറില്ല. കാരണം ഇവരിങ്ങനെ നേരത്തെ പറയില്ലല്ലോ, ഒരു 10 days പറയുള്ളൂ. അപ്പോൾ ഈ 10 days എനിക്ക് അപ്പോയിൻമെൻറ്റ് കണ്ടുപിടിച്ച് വിസ എടുത്ത് പോകാൻ പറ്റാണ്ടായിട്ട് എനിക്കൊരു 3 to 4 trips എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ പോകേണ്ട സ്ഥാനത്ത് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഞാൻ വിടാനാണ്, ഡെലിഗേറ്റ് ചെയ്യായിരുന്നു ചെയ്യുന്നത്. പക്ഷേ അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെയാണ്, പക്ഷേ എല്ലാവർക്കും ഒന്നും അത് അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, അങ്ങനെയാണെങ്കിൽ സിറ്റിസൺഷിപ്പ് എടുത്തേക്കാം, അപ്പോൾ പിന്നെ ഈ വിസയുടെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ആപ്ലിക്കേഷൻ തുടങ്ങിയത്. ആപ്ലിക്കേഷൻ ഞാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലാണ്. അതിൻ്റെ ഇടയിൽ പ്രഗ്നൻ്റായി, വയ്യാണ്ടായി, അങ്ങനെ ഇത് നീണ്ടു പോയി. പിന്നെ ഞാനത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വർഷം ഫെബ്രുവരിയിലാണ്. അപ്പോഴേക്കും തന്നെ ഞാൻ ആദ്യം ചെയ്ത വിസയുടെ റൂൾസ് കുറേ മാറിയിട്ടുണ്ടായിരുന്നു, പൈസ കുറേ കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അവർ ആ ചേഞ്ചസൊക്കെ ആണ് വീണ്ടും ഞാൻ വന്നത്. പിന്നെ ഞാനെല്ലാം കഴിഞ്ഞ് എനിക്ക് എല്ലാ സംഭവവും റെഡിയാക്കി ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു April 5th 6th ആ സമയത്താണ്. അപ്പം പ്രതീക്ഷിച്ചിരുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോൾ വരുമെന്നാണ്. പക്ഷെ ജൂണിലേ വന്നു. June 2 ആയപ്പോഴേക്കും നമുക്ക് വന്നു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ സെറമണി. അപ്പോൾ അതിന് പോകാനുള്ള ഒരുക്കമാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോയിൽ കാണാം.
അപ്പോൾ ഞാനിവിടെ ഈ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഈ ഒരു ഡയമണ്ട് നെക്ലേസാണ് കേട്ടോ. ഇത് ഞാൻ കല്യാണത്തിനിട്ട മാലയാണ്. അതിനുശേഷം ഇത് വെട്ടം കാണുന്നത് ഇപ്പോഴാണ്. ഇതിനു മുമ്പ് ഞാനത് യൂസ് ചെയ്തിട്ടേ ഇല്ല. Can you give Auntie an English dress? English dress? Amachi doesn't want English dress. Amachi wants to match with you, so that's why she is wearing green. But can't she wear a green English dress? Yeah, ask her. Auntie. അതിനതാ അവിടെ കൊണ്ട് വെക്ക്. അമ്മച്ചി ഇപ്പൊ സാരി കൊടുത്തില്ലേ? അമ്മച്ചി കൊച്ചിന്റെ സ്കൂളിൽ വരുമ്പോഴേ അമ്മച്ചി ചുരിദാർ ഇട്ടു വരാം. അങ്ങനെ നമ്മളിപ്പോൾ വാറിക് ടൗൺ സെൻറ്റർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളിപ്പം കൗണ്ടി കൗൺസിലിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിബ്രക്കുട്ടനാണെങ്കിലും മമ്മി ഗൗൺ ഇട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൻ്റെ വിചാരം ഗൗൺ ഇട്ട് വരുന്നവർക്കെല്ലാം സിറ്റിസൺഷിപ്പ് കൊടുക്കും എന്നാണ്. അപ്പോൾ അത് അവൻ പറയുന്നത് ഇംഗ്ലീഷ് ഡ്രസ്സ് ഇട്ട് വരുന്നവർക്കൊക്കെ സിറ്റിസൺഷിപ്പ് കൊടുക്കും, അതുകൊണ്ട് അമ്മച്ചി ഇംഗ്ലീഷ് ഡ്രസ്സ് ഇട്ട് വന്നാൽ മതി, അപ്പോൾ അമ്മച്ചിക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഡ്രസ്സ് ഇട്ടപ്പോൾ ഞാനും ഡൈസും ബ്ലാക്കാണ്. അപ്പോൾ മമ്മിയും ഗബ്രു മാച്ചിങ് ആണ്. മമ്മി ഒരു ഗ്രീൻ സാരി, അവനൊരു ഗ്രീൻ ഔട്ട്ഫിറ്റ് വെസ്റ്റ് സ്യൂട്ടുമാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും വളരെ സ്മാർട്ടായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത്. ഗബ്രുക്കുട്ടി ഇന്ന് സ്കൂളുള്ള ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി ആയതുകൊണ്ട് നമ്മളവനെ സ്കൂളിൽ നിന്ന് വിടാതെ നമ്മുടെ കൂടെ കൊണ്ടുവരുമായിരുന്നേ. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ തന്നെ അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ഒരു എന്താ പറയുക വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് നമ്മളോട് പറയും കുറച്ച് സമയം കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് പോയിട്ട് സീറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ 2 ഡിഫറെൻറ്റ് സെക്ഷൻസാണുള്ളത്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ പ്ലഡ്ജ് ചെയ്യുന്നത് ഇൻ ദ നെയിം ഓഫ് ദ ഗോഡ്, അങ്ങനെ പ്ലഡ്ജ് ചെയ്യുന്ന ആളുകളെല്ലാം ഒരു സ്ഥലത്തിരിക്കും. പിന്നെ അലീജിയൻസ് അഫേം ചെയ്യുന്നവരെല്ലാം ഒരു സ്ഥലത്തിരിക്കും. അപ്പോൾ നമ്മളോട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിതിൽ ഏതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ അഫർമേഷൻ ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ തോന്നിയത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ അതായിരുന്നു ചൂസ് ചെയ്തത്. അപ്പം അഫർമേഷൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒരു സൈഡിലും പ്ലഡ്ജ് ചെയ്യുന്നവരെല്ലാം വേറൊരു സൈഡിലുമാണുള്ളത്. അപ്പോൾ നമ്മളെ അതിന് ഏരിയ അനുസരിച്ച് നമ്മൾ സീറ്റ് ചെയ്യും. അപ്പം നമ്മളെല്ലാം ഒരു റോയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മളുടെ സെറിമണി നടത്തുന്നത്. അപ്പം നമുക്ക് സെറിമണിയുടെ ഉള്ളിൽ വീഡിയോ എടുക്കാനായിട്ട് പെർമിഷൻ ഉണ്ടായിരുന്നില്ല, ഫോട്ടോസ് എടുക്കായിരുന്നു. അപ്പം കാൽ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് കേട്ടോ എനിക്കിതെല്ലാം ചെയ്തു തന്നെ. പുള്ളിക്കാരിയാണ് നമുക്കിപ്പം സിറ്റിസൺഷിപ്പും തരുന്നത്. പിന്നെ നമ്മുടെ ഒരു പുള്ളിക്കാരി കോർഡിനേറ്ററാണ്. പിന്നെ സിറ്റിസൺഷിപ്പ് സെറിമണി കണ്ടക്ട് ചെയ്ത വേറെ ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്ന് ഞാൻ 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പം നമ്മുടെ സെറമണി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പുറത്ത് വന്നു. അപ്പം നമുക്ക് അവിടെ കാപ്പിയും ചായയും എന്താ പറയുക ബിസ്ക്കറ്റും റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അതൊക്കെ അവിടെ ഇരുന്നൊന്ന് കഴിച്ചു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ലഞ്ച് കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഇവിടെ ഈ ടൗൺ സ്ക്വയറിൽ തന്നെ കുറേയധികം പബ്സൊക്കെ ഉണ്ട്, വെതർ സ്പൂണ്, ടിൽറ്റഡ് ബേഗ് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അതിലേക്ക് നടന്നിട്ട് അതൊക്കെ നോക്കി ഏതിൽ കയറണം എന്താണ് ഉള്ളതെന്നൊക്കെ മെനു ഒക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ടിൽറ്റഡ് വിക്കിലേക്കാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക ഇവിടുത്തെ ഒരു ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം മമ്മിയും ആദ്യമായിട്ടാണ് അപ്പം നമ്മുടെ ഈ ഇംഗ്ലീഷ് ടൈപ്പ് ഫുഡ് കഴിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് മമ്മിക്ക് മതിയായി. ഫുഡ് വളരെ പോരായിരുന്നു. കാരണം അവർ ഈ ഫ്രോസൺ ഫിഷൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ആവിയേറ്റ് തന്നിട്ടേ ഇതാവുള്ളൂ. നമ്മൾ സീബാസ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. സീബ്രയും ആയിരുന്നു ഓർഡർ ചെയ്തത്. അത് മമ്മിക്ക് അത് കഴിച്ചതോടെ മമ്മിക്ക് മൊത്തത്തിൽ മതിയായി. നമ്മൾ എൽഡഡ് ഫ്ലവറിൻ്റെ ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ക്വിഡാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തത്. എബ്രക്കുട്ടനാണെങ്കിൽ സോസേജും ചിപ്സുമാണ് ഓർഡർ ചെയ്തത്. നമ്മൾ പിന്നെ സീബാസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അത് നന്നായിട്ട് കുക്കായി വരാതിരുന്നതുകൊണ്ട് മമ്മിക്ക് മതിയായി. എനിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല, ഞാനെല്ലാം കഴിക്കും. അപ്പോൾ അങ്ങനെ ഫുഡ് നല്ല ഫ്ലോപ്പായിരുന്നു. എങ്കിലും ഇവിടുത്തെ ഫുഡ് ഇങ്ങനെയൊക്കെ കിട്ടാറ് മിക്കവാറും. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പതിയെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഒത്തിരി നേരം നമുക്കിവിടെ ചുറ്റിക്കറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. തിരിച്ച് വീട്ടിൽ പോയിട്ട് ജോലിക്ക് കയറാനുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഒരു വിശേഷങ്ങൾ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് തിരിച്ച് പോവുക. പരിപാടി കഴിഞ്ഞു. ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ